ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതു ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. നിന്തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ നടത്തി. നിന്തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ നടത്തി. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം 119 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിക്കാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ചില പ്രാർത്ഥനകൾ നടത്തേണ്ടത് ആവശ്യമാണ്. നൽകണമേ, സഹായിക്കണമേ, രക്ഷിക്കണമേ എന്ന് പല പ്രാർത്ഥനകളും നമ്മൾ നടത്തുന്നവരാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവേ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്നൊരു പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇല്ലാത്തതല്ല, അടയാളങ്ങൾ ഇല്ലാത്തതല്ല, ഉയർച്ചകൾ ഇല്ലാത്തതല്ല, മറിച്ച് പലതും കാണാത്തതാണ്. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം. ദൈവമനുഷ്യൻ പറയാണ്, എനിക്ക് വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണേണ്ടത്. ഭയങ്കരമാണ് ദൈവവചനത്തിൻ്റെ അത്ഭുതം. ആ ദൈവവചനത്തിൻ്റെ അത്ഭുതം നമുക്കൊന്ന് തുറന്നു കിട്ടിയാൽ സ്തോത്രം, നമ്മുടെ ജീവിതം ടോട്ടലി മാറും. ഇന്ന് ഈ വചനം കേൾക്കുമ്പം പലരുടെയും കണ്ണുകളെ ദൈവം തുറക്കാൻ പോവാണ്. ഹാഗാർ ഒരിക്കൽ മരുഭൂമിയിൽ നിലവിളിക്കുക തൻ്റെ തലമുറയുടെ വിടുതലിന് വേണ്ടി. മരണം കാണാതെ കരയുമ്പം കർത്താവ് അവിടെ കണ്ണങ്ങ് തുറക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ അവൾ കാണുന്നത് അവിടെ അടുക്കൽ പറ്റാത്തൊരു ഉറവ. അപ്പോൾ ഉറവയുടെ അരികെ നിന്ന് അവൾ കരയുന്നു. ഞാനൊരു കാര്യം പറയാം, ദൈവം ചിലത് കാണിച്ചു തരാതെ നമുക്ക് കാണാൻ പറ്റില്ല. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നു തരാതെ നമുക്ക് ചിലത് കാണാൻ പറ്റില്ല. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവകാശത്തിൻ്റെ മഹിമാതനും ഇന്നതെന്നും അറിയേണ്ടതിന്. അപ്പോൾ കണ്ണുകളെ പ്രകാശിക്കുമ്പോഴാണ് കാണേണ്ടത് കാണാൻ പറ്റുന്നത്. ആമേൻ. എലീശയുടെ ശിഷ്യനായിരുന്ന ഗേഹസി എന്ന് പറയുന്ന മനുഷ്യൻ ശത്രുക്കൾ കൊല്ലുവാൻ വേണ്ടി, തങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ, ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എലീശ എങ്ങനെയാ മനുഷ്യൻ്റെ ഭയത്തെ മാറ്റിയത്? കൈവച്ച് ഒറ്റ പ്രാർത്ഥന, കർത്താവേ കണ്ണൊന്ന് തുറക്കണം. കണ്ണ് തുറന്ന് കാണുമ്പോൾ അവൻ കാണുന്നത് അഗ്നിരഥങ്ങളിൽ നിൽക്കുന്ന ദൂതഗണത്തെ. അപ്പോൾ പ്രശ്നം കാണാത്തതാണ്. ദൈവം നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നു. വലിയ അനുഗ്രഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും തകരുന്നത്. പക്ഷെ ദൈവം ഇന്ന് നമ്മുടെ കണ്ണുകളെ തുറക്കാൻ ആഗ്രഹിക്കും. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകളെ ദൈവം തുറന്നപ്പോൾ
ഇത്രയും നേരം കൂടെ നടന്നത് യേശു ആണെന്ന് അവർക്ക് മനസ്സിലായി. യേശുവിനെ കാണാൻ കണ്ണു തുറക്കണം. ദൈവത്തിൻ്റെ സംരക്ഷണം അറിയാൻ കണ്ണു തുറക്കണം. നമുക്ക് വേണ്ടിയുള്ള ഉറവകൾ കാണാൻ കണ്ണു തുറക്കണം. അതിൻ്റെ എല്ലാം മുകളിൽ വചനത്തിൻ്റെ സത്യങ്ങൾ അറിയുവാൻ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കണം. ആമേൻ. ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ നശിക്കാതിരിക്കാനുള്ളതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ടെത്തി ഭക്ഷിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സാധ്യമാകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അത്ഭുതങ്ങൾ കാണാൻ കണ്ണു തുറക്കണം. എനിക്ക് അത്ഭുതങ്ങളെ കാണണം. വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണണം. കരുതലിൻ്റെ അത്ഭുതങ്ങളെ കാണണം. സംരക്ഷണത്തിൻ്റെ അത്ഭുതങ്ങളെ കാണണം. കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ദർശനത്തിൻ്റെ കാഴ്ചകൾ കാണണം. എൻ്റെ ആത്മകണ്ണുകൾ തുറക്കണം. എൻ്റെ ഹൃദയ കണ്ണുകൾ തുറക്കണം. എൻ്റെ വിശ്വാസ കണ്ണുകൾ തുറക്കണം. ആമേൻ. അങ്ങനെ കണ്ണുകളെ തുറന്നവരാണ് വിശുദ്ധന്മാർ, വിശ്വാസവീരന്മാർ. അവർ അസാധാരണ കാര്യങ്ങൾ കാണും. ദൈവം നിങ്ങളെ ഒരു വിശ്വാസത്തിൻ്റെ വീരനാക്കാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടത് കണ്ണുകൾ തുറക്കുക എന്നുള്ളതാണ്. കർത്താവ് അത് ചെയ്യുവാൻ പോകുന്നു. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, യേശു ചെയ്ത അത്ഭുതങ്ങളിൽ അധികവും കാഴ്ച കൊടുക്കുന്ന ശുശ്രൂഷയാണ്. കാഴ്ച ഉണ്ടെങ്കിൽ സത്യത്തിൽ വീഴ്ചയില്ല. വീഴ്ചയുടെ കാരണം കാഴ്ചയില്ല. നല്ല കാഴ്ചപ്പാടുകൾ ദൈവം നമുക്ക് തരുമ്പോൾ പലയിടത്തും നമുക്ക് വീഴാതെ സൂക്ഷിക്കാൻ പറ്റും. യെസ്, നിങ്ങളുടെ കണ്ണുകളെ കർത്താവ് തുറക്കാൻ പോകാം. വചനം നിങ്ങൾ കാണും. തർക്കങ്ങളും വാദങ്ങളും ഒന്നും ആരെയും മാറ്റിയിട്ടില്ല. പക്ഷെ ദൈവം ഒരുവൻ്റെ ഹൃദയം തുറന്നാൽ, ദൈവം ഒരുവൻ്റെ കണ്ണ് തുറന്നാൽ അവൻ സത്യങ്ങളെ കാണും. യെസ്, ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ അത്ഭുതങ്ങളെ അങ്ങ് വെച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന പിതാവ്. കർത്താവെ, ആ വചനത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവയുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവയുടെ ആത്മകണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധാത്മാവയുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളെ തുറക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വാസത്തിൽ വളരുവാൻ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ, കർത്താവ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാം ദൈവം കാണുന്നത് പോലെ കാണുവാൻ കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഇന്ന് പകൽ കർത്താവെ, അവർ അത്ഭുതങ്ങളെ കാണട്ടെ, ആശ്ചര്യങ്ങളെ കാണട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരുടെ സമ്പത്ത്, സമയം ഒന്നും രോഗവും ഒന്നും കൊണ്ടുപോകാനുള്ളതല്ല. അവർക്ക് ദൈവം കൊടുക്കുന്ന സമ്പത്ത് അവർക്കും അവരുടെ തലമുറയ്ക്കും ദൈവരാജ്യത്തിനുമുള്ളതാണ്. അത് നാനാവിധമാകാൻ അനുവദിക്കയില്ല. യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ ആ രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിന് മേലുള്ള നേർവുകളിലുള്ള രോഗങ്ങൾ മാറട്ടെ. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് തുടരുന്ന രോഗങ്ങൾ മാറട്ടെ. പ്രത്യേകിച്ച് ഈ പിടലിയിൽ നരമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ. ഇന്നത്തെ ദിവസം ഈ ജനം സൗഖ്യത്തിലേക്ക് വരട്ടെ. ഇപ്പോൾ തന്നെ സകല രോഗങ്ങളെയും ആമേൻ സൗഖ്യമാക്കിയ യേശുവിൻ്റെ നാമത്തിൽ ഈ മകളോട്, ഈ മകനോട് പറയുന്നു, സൗഖ്യമാകുക യേശുവിൻ്റെ നാമത്തിൽ. ആരോഗ്യം പ്രാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുക. ആമേൻ. പ്രാർത്ഥിച്ച് ബലപ്പെടുത്തുന്നു. ഒരു അത്ഭുതത്തിന് വേണ്ടി അവരെ ഒരുക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. കടങ്ങൾ മാറട്ടെ, കുടുംബ തകർച്ചകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ചെലവഴിക്കുക.
ചെയ്യേണ്ട ജോലികൾ, ബിസിനസ്സുകളെല്ലാം ചെയ്യാൻ ദൈവം കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.